ഹായ്, എങ്ങനെ നാടൻ രുചിയിൽ ഒരു ബോട്ടി വരട്ടിയത് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാദ്യമായി കഴുകി വൃത്തിയാക്കിയ ബോട്ടി ഒരു കുക്കറിലേക്കിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ 11 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. വിസിലിൻ്റെ എണ്ണം ഓരോ കുക്കറിനും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ബോട്ടിക്കും അനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും. വേവിച്ച ബോട്ടി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അതിൽ വെള്ളം കളഞ്ഞെടുക്കാം. ശേഷം ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയൊരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായി നമുക്ക് അല്പം ഉപ്പ് ചേർക്കാവുന്നതാണ്. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. സവാള നന്നായി വഴണ്ടി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ളവർക്ക് അല്പം കുരുമുളകും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബോട്ടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്പം ഉപ്പ് കുറവായതിനാൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലെ വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം നമുക്ക് അല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ പാല് വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതോടുകൂടി നമ്മുടെ ബോട്ടി റെഡിയായി. Thank you for watching.